നിയോഗമായിട്ട് അത് ദൈവം അച്ഛനിലൂടെ എനിക്ക് തന്നൊരു നിയോഗമായിട്ട് ഞാൻ എടുത്തുകൊണ്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനെനിക്ക് അവസരം തന്ന അച്ഛനോട്, എന്നെ പ്രോത്സാഹിപ്പിച്ച അച്ഛനോട് എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. എൻ്റെ കുറവുകളെ ക്ഷമിച്ച് എൻ്റെ തെറ്റുകൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നും ദൈവമക്കളോട് യാചിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കാൻ ശ്രമിക്കണം. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വചനങ്ങളാണ്. ആ വചനത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ജീവിപ്പിക്കുന്ന വചനം. അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വലിയ നൊയമ്പിൻ്റെ അനുഭവത്തിലൂടെയാണല്ലോ നാം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നൊയമ്പും ആത്മപരിശോധനയുടെ നാളുകളാണ്. കഴിഞ്ഞ 25 ദിവസമായി നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ജീവിതത്തെയും കഷ്ടാനുഭവത്തെയും ക്രൂശ് മരണത്തെയും ധ്യാനിക്കുന്നു. അപ്പോൾ ഇന്ന് 26-ാമത്തെ ദിവസം നമുക്ക് വേണ്ടി നമ്മുടെ സഭ ഒരുക്കിയിരിക്കുന്ന ഒരു ചിന്താവിഷയമാണ് ജീവിപ്പിക്കുന്ന വചനം. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അച്ഛൻ വായിച്ചപ്പോൾ എല്ലാവരും കേട്ടതാണ്. 50 തൊട്ട് 56 വരെയുള്ള ആ വചനങ്ങളാണ്. മരിപ്പാറായി കിടന്ന യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നവനായ ഒരു ദൈവം. ആ സംഭവം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ആ കുഞ്ഞ് മരിച്ചു എല്ലാം പറഞ്ഞവിടെ കിടന്നപ്പോഴും ആ ദൈവം അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് 2 ചിന്തകൾ പങ്കുവെക്കാം. ഒന്നാമതായി, മരണത്തെ ജയിക്കുന്ന വിശ്വാസം. ഇതിൽ പറയുന്നത്, അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയിൽ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുക, നിന്റെ മോള് മരിച്ചുപോയി, യേശുവിനോട് പറയണ്ട, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, നമുക്ക് ഇത് പറഞ്ഞപ്പോൾ തന്നെ യേശു അത് കേട്ടോണ്ട് അവിടെ നിൽക്കുക. യേശു എന്തുവാ പറഞ്ഞത്? ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. 50-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തുവാ? അതാണ് കർത്താവ് അപ്പോൾ പറഞ്ഞത്. എന്തുവാണ്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ഇത്ര യേശു പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ കൂടിയിരുന്ന ജനത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, മകൾ മരിച്ചിട്ടില്ല. യേശു വന്നിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പിന്നെ ആരെയാ? ആ ബാലയുടെ അപ്പനെയും അമ്മയും, ഇത്രയും പേരെ മാത്രമേ ആ സമൂഹത്തിൽ അല്ലെ ആ കുടുംബത്തിൽ കൂടിയിരുന്നവരെ കൂട്ടിക്കൊണ്ട് യേശു ആ ബാല മരിച്ചു കിടന്ന മുറിയിലേക്ക് പോയുള്ളൂ. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് യേശു അത്രയും പേരെ മാത്രം കൂട്ടിക്കൊണ്ട് പോയത്? അവരുടെ ആ ഹൃദയത്തിലെ ആ വിശ്വാസം കണ്ടിട്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ നടത്തിയവനായ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും, പ്രയാസങ്ങൾ കടന്നു വന്നാലും, വേദനകൾ കടന്നു വന്നാലും, ലോകം നമ്മൾക്കെതിരെ വിധി എഴുതിയാലും, ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ കൂടെ പറയുകയാണ്, ലോകം വിധി എഴുതി നടക്കുകയില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് മലയും മാറിപ്പോകും. അതാണ് ഈ സംഭവത്തിലൂടെ പറയുന്നത്. വിശ്വാസത്തോടെ യേശുവും ശിഷ്യന്മാരും ആ ബാലയുടെ പിതാവും മാതാവും കൂടെ റൂമിൽ ചെന്ന് ഒരു പ്രാർത്ഥിച്ചു. യേശു എന്താണെന്ന് കഴിഞ്ഞ് അവിടെ ചെയ്ത പ്രവർത്തനം എന്തുവാണ്? എല്ലാവരെയും ആ പുറത്തെല്ലാവരും ഇരുന്ന് കരയുകയായിരുന്നു. കരഞ്ഞപ്പോൾ യേശു എന്തോ പറഞ്ഞത്? നിങ്ങൾ ആരും കരയണ്ട, അവൾ ഉറങ്ങുകയാണ്. എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ കരയണ്ട. അപ്പോൾ അവൻ ഇത് എന്തോ തെറ്റ് പറയാമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാരെല്ലാം യേശുവിനെ നോക്കി ചിരിച്ചു. പക്ഷെ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, അവൾ അവിടെ ഉറങ്ങുക, ഞാൻ അവളെ ഇപ്പോൾ ഉണർത്തി കാണിക്കാമെന്നാണ് ആ സ്റ്റോറിയിൽ പറയുന്നത്. അങ്ങനെ യേശു അകത്ത് എന്നിട്ട് ബാലയുടെ കൈക്ക് പിടിച്ചു, പറഞ്ഞു എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ പൈതൽ എഴുന്നേറ്റു, അവൾക്ക് ഭക്ഷണം കൊടുത്തു. അത് കണ്ടിട്ട് എല്ലാവരും അതിശയിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത്. അതാണ് നമ്മുടെ ഹൃദയത്തിലെ ആ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്ന വിശ്വാസം. ആ വിശ്വാസത്തിലൂടെയാണ് ആ ദൈവപ്രവൃത്തി അവിടെ നടന്നത്. നമ്മുടെ ഹൃദയങ്ങളെയും അതുപോലെ നമുക്ക് നല്ല നിലങ്ങളാക്കി ഒരുക്കിയെടുക്കാം. രണ്ടാമതായി പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്. ആ സംഭവത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അവരെല്ലാവരും അവളെ ചൊല്ലി കരയുകയായിരുന്നു. പക്ഷേ യേശു അവളെ ആ ഉറക്കത്തിൽ നിന്നും ഒരു ഉണർവിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും കർത്താവിൻ്റെ ആ വിശ്വാസം നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നാം പടുകുഴിയിലേക്ക് വീഴാതെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിച്ചു നിർത്തുവാൻ, അവരെ കരുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഓരോരുത്തരെയും സഹായിക്കണം. അതുപോലെ ഈ ഒരു സംഭവം നടന്നതുകൊണ്ട് ഞാനൊരു ചെറിയ കഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് ഒരു പേഷ്യൻറ്റിലൂടെ എനിക്ക് കിട്ടിയൊരു അനുഭവമാണ്. അത് ഞാൻ ഷെയർ ചെയ്യാം. വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം. അത് ആ പേഷ്യൻറ്റിന് വിശ്വാസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അതെനിക്കൊരു അനുഭവം ഉണ്ടായി. കോവിഡ് സമയത്ത്
ICU വെന്റിലേറ്ററിൽ ഒരു ഫിലിപ്പിനോ പേഷ്യൻ്റ് കിടക്കുക. ഒരു മാസമായിട്ട് ICU ഇങ്ങനെ കണ്ടിന്യൂസ് കിടക്കുക, വെന്റിലേറ്ററിൽ കിടക്കും. അത് കഴിഞ്ഞുടനെ ഞങ്ങൾ ട്യൂബ് ഊരും. ഫുള്ളി കോൺഷ്യസ് ആ വെന്റിലേറ്ററിൽ ട്യൂബ് വായി വെച്ചിട്ടുണ്ട്. പക്ഷേ പേഷ്യൻ്റ് എല്ലാം എഴുതി കാണിക്കും, സംസാരിക്കുക എല്ലാം ചെയ്യും. പേഷ്യൻ്റ് തന്നെ ചരിഞ്ഞ് കിടക്കും, എല്ലാം പേഷ്യൻ്റ് ചെയ്യും. എനിക്കാണ് ഓൾമോസ്റ്റ് ദിവസം ആ പേഷ്യനെ കിട്ടുന്നത്. അപ്പോൾ പേഷ്യൻ്റ് അങ്ങനെ ഒരു മാസം അവിടെ കിടന്നു. 10 ദിവസം ട്യൂബ് ഊരും, 10 ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് നോർമൽ ഓക്സിജൻ. അങ്ങനെ ഒരു ദിവസം പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ICU ഓൾറെഡി 10 പേഷ്യൻ്റ്. ഒരു പേഷ്യൻ്റ് എമർജൻസി സിറ്റുവേഷൻ വന്നു. ഞങ്ങൾ 4 സ്റ്റാഫും കൂടെ ആ റൂമിൽ പോയി. അപ്പോൾ പെട്ടെന്ന് മോണിറ്റർ അടിക്കുന്നു. അപ്പോൾ എൻ്റെ പേഷ്യൻ്റ് ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ അതിന് സാച്ചുറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് എല്ലാം നോക്കി, വെന്റിലേറ്റർ ഫുൾ സപ്പോർട്ട്, ഓക്സിജൻ 100% കൊടുക്കുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പേഷ്യനോട് ചോദിച്ചു, പറഞ്ഞു എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നിങ്ങൾ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, എഴുതി കാണിച്ചു, നീ എന്നെ ഇട്ടിട്ട് പോവരുത്, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാനപ്പോൾ ICU ഡോക്ടറോട് എന്ന് പറഞ്ഞു, ഡോക്ടറെ ആ പേഷ്യൻ്റ് ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഡീസാച്ചുറേഷൻ ആവുന്നു, ഞാൻ സക്ഷൻ ചെയ്തു, ആംബു കൊടുത്തു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ പേഷ്യൻ്റ് ഒരു 45 വയസ്സുള്ള ഒരു ഫീമെയിലാണ്, ഡൈവോഴ്സ്ഡാണ്. പക്ഷേ അതിന് കുഞ്ഞുങ്ങളില്ല. അവർ 4 കുഞ്ഞുങ്ങളെ ഫിലിപ്പീൻസിൽ എടുത്ത് വളർത്തുന്ന. അപ്പം ഡെയിലി ഈ കുഞ്ഞുങ്ങൾ ഫോണിലൂടെ എന്നെ കാണും, ഞാൻ അവരോട് സംസാരിക്കും. ഈ 4 കുഞ്ഞുങ്ങളെ ഡെയിലി കാണും. ഈ സ്ത്രീയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, സിസ്റ്ററെ എന്നെ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം, എനിക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്തണം, അവരുടെ മദർ ഞാനൊക്കെ പറയുമ്പം ഞാൻ എപ്പോഴും പറയാം, നീ രക്ഷപ്പെട്ടു പോകും. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ട് കോവിഡാണ്, പോകത്തില്ല, ലങ്സ് കംപ്ലീറ്റ് പോയതാണ്. പിന്നെ ചുമ്മാ ഒരു സപ്പോർട്ടിന് ഞാനങ്ങ് പറയാം, രക്ഷപ്പെടും. ഈ കുഞ്ഞുങ്ങളെ ഡെയിലി ഞാൻ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ വീഡിയോ കോൾ വിളിക്കും, ഇവരെ കാണും. അപ്പം ഞാനങ്ങ് പേടിച്ചു, ദൈവമേ, പേഷ്യൻ്റ് ഫുള്ളി കോൺഷ്യസ്, എന്നോട് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി പേപ്പറിൽ തരുന്നു. ദൈവമേ, എൻ്റെ മുമ്പിൽ പേഷ്യൻ്റ് മരിക്കുന്നു, ഞാനിത് എന്ത് പറയും? ഈ കുഞ്ഞുങ്ങളുടെ മാതാവ് നഷ്ടപ്പെടുന്നല്ലോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അവിടുന്ന് ICU ഡോക്ടർ പറഞ്ഞു, നത്തിങ്, എനിക്കൊന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല, സിസ്റ്റർ വിട്ടേരാ, പേഷ്യൻ്റ് അങ്ങനെ കിടക്കട്ടെ. ഞാനപ്പം പെട്ടെന്ന് ഈ ഡോക്ടർ ബിസിയാണ്, ഞാൻ OT ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്, ഡോക്ടറെ ഒന്ന് വരുമോ, എൻ്റെ ഒരു സപ്പോർട്ടിന് എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്തിനാ എന്നെ വിളിക്കുന്നു, സിസ്റ്റർ കൊടുത്തതെല്ലാം തന്നെ കൂടുതലാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, ലീവ് ഇറ്റ് എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു, ഡോക്ടർ ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് വാ. ഡോക്ടർ വന്നു, ഒന്നുമില്ല സിസ്റ്ററെ, ചെയ്യാൻ സാരമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പേഷ്യൻ്റ് എന്നോട് പിന്നെ എഴുതി, ഡോണ്ട് ലീവ് മീ അലോൺ. എൻ്റെ കയ്യെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഇട്ടിട്ട് പോകരുത്. ഞാനോർത്ത്, കർത്താവ് എന്തിനാ ഈ പേഷ്യൻ്റ് എന്നോട് ഇങ്ങനെ പറയുന്നത്? എന്നിട്ട് എൻ്റെ കയ്യെ മുറുകെ പിടിച്ചു. പെട്ടെന്ന് പേഷ്യൻറ്റിൻ്റെ സാച്ചുറേഷൻ കുറഞ്ഞ് 10 ആയി, ഓക്സിജൻ ലെവൽ 10 ആയി. പേഷ്യൻ്റ് കണ്ണങ്ങ് അടച്ചു. ഞാൻ പ്രാർത്ഥിച്ച് ഞാനങ്ങ് കരഞ്ഞവിടെ നിന്ന്, കർത്താവിന് 3-4 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ എന്ത് സമാധാനം പറയും? കോവിഡ് മരിക്കും, പക്ഷേ ഈ പേഷ്യൻറ്റിനോട് ഞാൻ എന്ത് പറയും? കർത്താവെ, എനിക്കറിയത്തില്ല. ദൈവം ഇവിടെ ഇറങ്ങണം. ദൈവം ഇറങ്ങി ഈ പേഷ്യൻറ്റിനെ എനിക്ക് സാക്ഷിയായിട്ട് നാളെ ഇവിടെ നിർത്തണമെന്നു. കുറേ നേരം പേഷ്യൻ്റെ കയ്യെ ടൈറ്റായിട്ട് പിടിച്ചേക്കുവാ. ഞാനും അപ്പം ഇങ്ങനെ കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം. ഞാൻ റൂം അടച്ചിട്ടേക്കും, ആർക്കും അറിയത്തില്ല. മോണിറ്റർ കിടന്ന് അടിക്കുന്നു, ഒരാളും എന്നെ നോക്കുന്നുമില്ല. ഞാൻ കുറേ നേരം പേഷ്യൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കരഞ്ഞിട്ടുണ്ട്, കർത്താവെ, നീ തിരിച്ചു കൊണ്ടുവരണം, ആ കുഞ്ഞുങ്ങളെ നോക്കും, വേറെ ആരും ഇല്ലല്ലോ, ഇതിനെ ജീവിപ്പിക്കണമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കും, എൻ്റെ മോണിറ്ററിൻ്റെ അലാം അങ്ങ് നിന്നു. പേഷ്യൻ്റ് എന്ത് സമയം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സാച്ചുറേഷൻ സ്ലോലി കയറി വരുന്നു. പേഷ്യൻ്റ് കണ്ണ് തുറന്ന് എന്നെ നോക്കുന്നു. ആ പേഷ്യൻ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നോട് എന്താ പറഞ്ഞറിയാവോ? അത് മരിച്ചു, സ്വർഗത്തിൽ ചെന്നു. അതവിടെ സ്വർഗത്തിൽ ചെന്നപ്പോൾ അതിൻ്റെ പേരൻസിനെ കണ്ടു. പക്ഷേ ദൈവം അവിടെ നിന്ന് പറഞ്ഞു, നിനക്ക് നാട്ടിൽ നിന്നെ ആവശ്യമുള്ള, നീ തിരിച്ചു പോകും. അവൾ തിരിച്ചു വന്നു. പേഷ്യൻ്റ് കണ്ണു നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാം, സിസ്റ്റർ, ഞാൻ മേളിൽ പോയി, ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ എല്ലാവരെയും കണ്ടു, പക്ഷേ എൻ്റെ ദൈവം എനിക്ക് കൈ തന്നില്ല. ഞാൻ അതുകൊണ്ടാണ് തിരിച്ചു വന്നു. സിസ്റ്ററിൻ്റെ കൈ പിടിച്ചതുകൊണ്ട് എന്നെ അവർ പിടിച്ചില്ല. ആ പേഷ്യൻ്റ് ഇപ്പോഴും ഇന്നും ജീവിക്കുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം അവരുടെ മനസ്സിലെ വിശ്വാസം. അവർ പ്രാർത്ഥിച്ചു. ഞാനൊന്ന് ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞു. എന്നാൽ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം. കോവിഡിൽ ഇഷ്ടംപോലെ പേഷ്യൻ്റ് മരിക്കുന്നുണ്ട്, പാക്ക് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ ഈ പേഷ്യൻറ്റുമായി ഞാൻ ഒത്തിരി അറ്റാച്ച്ഡ് ആയിപ്പോയി. 1 മാസം ഡെയിലി എനിക്ക് ആ പേഷ്യൻ്റ്. അപ്പം ഞാനും ഒത്തിരി അറ്റാച്ച്ഡായി. എൻ്റെ കയ്യിൽ നിന്ന് മരിക്കരുത്, ആ കുഞ്ഞുങ്ങൾ അനാഥരായി പോകുമല്ലോ എന്നോർത്ത് ഞാനും കണ്ണടച്ച് പരിസരം മറന്ന് ഞാൻ അവിടെ ഒന്ന് കർത്താവിനെ വിളിച്ചു. ആ ദൈവം ഇറങ്ങി ആ പേഷ്യൻ്റെ മേൽ പ്രവർത്തിച്ചു. ഇന്നും പിന്നെ ഓക്സിജനൊക്കെ ഉപയോഗിച്ച് കുറേ നാൾ ആ പേഷ്യൻ്റ് ഇവിടെ ജീവിച്ചു, ജോലിക്ക് പ്രവേശിച്ചു. ഇന്നും ആ പേഷ്യൻ്റ് ഈ UAE വർക്ക് ചെയ്യുന്നുണ്ട്, 4 കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഞാൻ നിങ്ങളോട് അനുഭവം പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, നമ്മൾ വിശ്വാസത്തോടെ നിലവിളിച്ചാൽ, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. കുഞ്ഞുങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും, പഠിക്കാൻ പ്രയാസമാണ്, ഏതൊരു ബുദ്ധിമുട്ട് വന്നാലും കുഞ്ഞുങ്ങളൊന്ന് ദൈവത്തോട് നിലവിളിച്ചാൽ മതി. എൻ്റെ അപ്പ, നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ബട്ട് സ്റ്റിൽ അപ്പ
എനിക്ക് ഇതാണ് പ്രയാസം, എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് നിമിഷവും എൻ്റെ 2 മക്കളോടും പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നിങ്ങൾ ചോദ്യര്, കർത്താവ് നിങ്ങൾക്ക് തരും, കർത്താവ് നിങ്ങൾക്ക് തരും. ദൈവസന്നിധി കടന്നു വന്ന് നമ്മൾ എന്ത് യാചിച്ചാലും കേൾക്കുന്നവനായ ഒരു അപ്പനാണ് നമുക്കുള്ളത്. അതാണ് ഇന്ന് പറഞ്ഞത്, വിശ്വാസം. നമ്മുടെ വിശ്വാസം ഏത് മലയെ തകർക്കാൻ ശക്തനായ ഒരു വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ആ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുഖത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ ആ ദൈവം നമ്മളെ വഴി നടത്തും. ആ ദൈവം എല്ലാവരും ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കുക, എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ.